ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ ഒരു ഓഫ് ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ KFC ഒക്കെ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു. ഞാനിങ്ങനെ യൂട്യൂബിൽ തപ്പിയിട്ട് റെസിപ്പീസൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഏട്ടന് 2 ദിവസം ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് നമ്മൾ ഓഫിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞപ്പം നമ്മൾ ഇവിടുത്തെ ജോളീബി ഉണ്ടല്ലോ, സൂപ്പറാണ്. KFC പോലെ തന്നെ അതിനേക്കാട്ടിലും എനിക്ക് ടേസ്റ്റും തോന്നാറുണ്ട്, പൈസയും കുറവാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കഴിച്ചു. അപ്പോൾ പിന്നെ ഇന്നും ചിക്കൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കടയിൽ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഇവിടെ അങ്ങനെ പച്ചമാങ്ങ ഈ കടയിൽ ഭയങ്കര റെയറായിട്ടാണ് കേട്ടോ കാണാറ്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം അത്യാവശ്യം വലിയ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല പച്ചമാങ്ങ പോലെ തോന്നി. ചില സമയത്ത് റോ മാംഗോൻ്റെ അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നാട്ടിൽ ഒരു ചെറിയൊരു മധുരം ഉള്ള ഒരു മാങ്ങ പോലെ കിട്ടില്ലേ, ആ ഒരു ഷെയ്ഡിലൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നോക്കിയപ്പം കറക്റ്റ് നല്ല പച്ച കളറായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു ചെമ്മീൻ റോസ്റ്റും പിന്നെ ഒരു മാങ്ങക്കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തേങ്ങയൊന്നും പിഴിയണമൊന്നുമില്ല. ഇവിടുത്തെ തേങ്ങ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് മര്യാദയ്ക്ക് പിഴിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഞാൻ കോക്കനട്ടിൻ്റെ മിൽക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നൈസായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞിട്ട്, നൈസല്ല മാങ്ങ കറിക്ക് പോലെ ഒന്ന് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് തിരുമ്മിയിട്ട് ഞാനൊരു കുറച്ച് നേരം, എൻ്റെ പപ്പയൊക്കെ ഇത് ഓവർനൈറ്റൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഞാനൊരു 1-2 മണിക്കൂറൊക്കെ വെച്ചുള്ളൂ. പപ്പ ശരിക്കും ഇന്ന് വെക്കാനാണെങ്കിൽ തലേ ദിവസമൊക്കെ ഇങ്ങനെ ഉപ്പ് തിരുമ്മിയിട്ട് അങ്ങനെ മാറ്റി വെക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം മാങ്ങ അങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ ചെമ്മീനിലോട്ട് കൈ കടത്തി. നമ്മുടെ നാട്ടിലെ പോലെയല്ല, നാട്ടിൽ ഇതുപോലത്തെ കിട്ടും, പക്ഷേ വീട്ടിലൊക്കെ ചെറിയതാണ് മേടിക്കാറ്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു ചെമ്മീൻ്റെ 7 അയിലക്കത്ത് ഇതിൻ്റെ ടേസ്റ്റ് എത്തൂല. എൻ്റെ കുഞ്ഞാൻറ്റീൻ്റെ വീട് വൈപ്പിൻ ആ സൈഡിൽ. അപ്പോൾ ആൻറ്റി ഇടയ്ക്ക് നമുക്ക് കുഞ്ഞു ചെമ്മീനൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാറുണ്ട്. അതൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. ചെറിയ ആ ഒരു ചെമ്മീനിൻ്റെ അടുത്തൊന്നും വലിയ ചെമ്മീൻ്റെ ഇത് വരില്ല. എനിക്ക് അങ്ങനെ ടേസ്റ്റ് തോന്നിയിട്ടില്ല. പിന്നെ നമുക്ക് ഇവിടെ ഇതാ കിട്ടുക. അപ്പം ഇത് വെച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ആകെ കൂടെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെമ്മീനാകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വലിയ കഷ്ടപ്പാടാണല്ലോ. ഇതാകുമ്പോൾ എളുപ്പമാണ്. ഇവിടെ ഇവർ ചെമ്മീൻ ക്ലീൻ ചെയ്ത് തരത്തുമില്ല. അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പം 1 കിലോയാണ് മേടിച്ചത്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു സവാള ഞാനിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാട്ടോ. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഒരു സവാള ഇട്ടു. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഞാൻ ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അരിഞ്ഞിടണമെങ്കിൽ അരിഞ്ഞിടാം, ചതച്ചു അല്ലെങ്കിൽ പേസ്റ്റാക്കി ഇടുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ എസെൻസൊക്കെ കിട്ടുമല്ലോ. പിന്നെ എൻ്റെ കറിവേപ്പിലേക്ക് ഉണങ്ങിപ്പോയി, എന്നാലും ഞാൻ കറിവേപ്പില ഇട്ടു. പിന്നെ ഒരു 2-3 പച്ചമുളക് നെടുക കീറിയിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല ഒരു പഴുത്ത് അത്യാവശ്യം മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി കൂടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്യാണ്. ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുക. ഇതിൻ്റെ ഒന്നും അളവ് എനിക്കറിയില്ല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാനൊരു കൈക്കണക്കിന് അങ്ങനെ ഇടുകയാണ്. അപ്പം മസാല ഇട്ട് ഇത്രയേ ഉള്ളൂ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുപ്പ് എത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് 1 സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നുണ്ട്. സാധാരണ ഞാൻ വെളിയിൽ വെച്ചിട്ട് ഒന്ന് ഉരുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാറുണ്ട്, ഇത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ 1 സ്പൂൺ, അങ്ങനെ അളവൊന്നും ഇപ്പോൾ എനിക്കില്ല. ഇങ്ങനെ എടുക്കുമ്പോൾ കട്ട പിടിക്കുമ്പം 1 സ്പൂൺ ഉണ്ടെങ്കിൽ നമ്മളത് മെൽറ്റായി കഴിയുമ്പോൾ അതിനെക്കാട്ടിലും കൂടുതലുണ്ടാവുമല്ലോ. കൂടുതലല്ലേ, എന്തോ ആയിക്കോട്ടെ. അപ്പം ഇച്ചിരി വെളിച്ചെണ്ണയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനവിടെ വേവിക്കാൻ വെച്ചു. അപ്പുറത്തെ ചട്ടിയിൽ ഞാൻ കൈയോടുകൂടെ തന്നെ നമ്മുടെ മാങ്ങയും കൂടെ ആക്കാൻ വിചാരിച്ചു. ഞാൻ ഗ്യാസൊക്കെ ഓൺ ചെയ്ത് മാങ്ങ ഇട്ടപ്പോഴും ഓർത്തെ ഇങ്ങനെയല്ലല്ലോ എന്ന്. പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് മാങ്ങയുടെ ഉള്ളിലോട്ട് ഞാൻ ഒരു സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇത്രയും സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ പൊടികൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തു. ഞാൻ ഇട്ടപ്പോൾ ആദ്യം വിചാരിച്ച എരിവ് കൂടിപ്പോകുമെന്ന്, പക്ഷേ കറക്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി പുരട്ടി മിക്സ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ തന്നെ ഇതിലോട്ട് ഞാൻ ഒരു 1/2 സ്പൂണോളം
നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. വീട്ടിലൊക്കെ എന്താ പറയുക, കൈകൊണ്ടൊക്കെയാണ് പപ്പയൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ പച്ചമുളകൊക്കെ ഉള്ളത് കൊണ്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ എനിക്ക് പേടിയാണ്. എൻ്റെ കൈ എന്താ പറയുക, ചൊറിയല്ല നീറും. അപ്പോൾ അതേ സൈഡിൽ നമ്മളുടെ ചെമ്മീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് വറ്റി നല്ല സെറ്റായിട്ട് വരണം. പിന്നെ ഞാൻ കുറച്ച് വെള്ളം മാങ്ങയിലേക്ക് ഒഴിച്ചിട്ട് അത് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഈ ചെമ്മീനിലുണ്ടല്ലോ, നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം കൂടെ കൂട്ടിപ്പെടുത്തുന്ന ഫസ്റ്റത്തെ സ്റ്റേജിൽ തന്നെ നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കുക. അതിപ്പോൾ 1-ാം പാല് 2-ാം പാലൊന്നും വേണമെന്നില്ല. നല്ല കട്ട പാലെടുത്തിട്ട് അത് തുടക്കത്തിലേ തന്നെ ചെമ്മീനിലോട്ട് ഇട്ടിട്ട് അതിങ്ങനെ വറ്റിച്ചെടുക്കണം. എൻ്റെ പൊന്നി, അങ്ങനെ കഴിക്കുമ്പോൾ അപാര ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതായതുകൊണ്ട് അതിൻ്റെ ഒരു പൊടിക്കൊരു ടേസ്റ്റ് കുറയും. പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇങ്ങനെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. 100% ഷുവറാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്, അവൾ ഇങ്ങനെ ഉണ്ടാക്കാറെന്ന് പറഞ്ഞിട്ട്. സൂപ്പറാണ് കേട്ടോ. പിന്നെ മാങ്ങയൊക്കെ വെന്ത് കഴിഞ്ഞപ്പം അതിലേക്ക് ഞാൻ നമ്മുടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിലും സെയിം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയിൽ നിന്ന് പാല് പിഴിഞ്ഞെടുക്കുമ്പം അതൊരു വേറെ ടേസ്റ്റാണ്. ഇതിനും എൻ്റെ ഒരു ഒപ്പീനിയനിൽ എനിക്ക് ടേസ്റ്റ് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തേങ്ങാപ്പാലായതുകൊണ്ട് അതിൻ്റെ കുറച്ച് കുറവുകളുണ്ടാവും. അപ്പോൾ ഞാൻ നന്നായിട്ട് ചെമ്മീനിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വറ്റിച്ച് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. മാങ്ങക്കറി ആണെങ്കിലും ഓൾമോസ്റ്റ് ഒക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. നല്ല കുറുകി മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് താളിച്ചൊഴിക്കണമല്ലോ. എൻ്റെ കയ്യിൽ കൊച്ചുള്ളി, വറ്റൽമുളക് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും ഉലുവയും കൂടെ താളിച്ച് എടുക്കുന്നുള്ളൂ. എൻ്റെ കയ്യിൽ വേപ്പില, വറ്റൽമുളക് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിയിൽ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ എന്തെങ്കിലും മുളകൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്കൊന്നും അറിയാത്തതായിരിക്കില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ അടിപൊളിയായിട്ട് മാങ്ങക്കറിയും സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ ഏട്ടനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതേ മാങ്ങക്കറി ലാസ്റ്റ് അതൊക്കെ കൂടെ ചേർത്തു. ഇങ്ങനെ താളിച്ചൊഴിച്ചിട്ട് അടച്ച് വെക്കണം എന്നാണ് പറയുക. പിന്നെ കഴിക്കുന്ന സമയത്തേ നമ്മൾ തുറക്കാൻ പാടുള്ളൂ എന്നാണ് പറയുക. അപ്പോഴേ ശരിക്കും അതിൻ്റെ മണവും ഇതെല്ലാം കൂടെ കറിയിലേക്ക് എത്താമെന്നാണ് പറയുക. അങ്ങനെ നമ്മൾ നല്ല മാങ്ങക്കറി ചെമ്മീൻ റോസ്റ്റൊക്കെ കൂട്ടി ചോറ് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. തെറ്റാ.